ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ കരച്ചിലോട് കൂടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാമല്ലേ. കുറേ നാളായാലും നമ്മളൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഒരു കുഞ്ഞു മോർണിംഗ് ആട്ടോ, വേറെ ഒന്നുമല്ല, നമ്മൾ അമ്പുടുക്കുട്ടൻ ഇച്ചൂസിനെ പുറം കടിച്ചെടുത്തിട്ടോ. അത്യാവശ്യം നന്നായിട്ട് കടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ നന്നായി ചുമന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നേ. അപ്പോൾ നമ്മളെ ഇച്ചുകുട്ടൻ ഒരു ഇത്തിരി കുഞ്ഞനാട്ടോ. 4 വയസ്സായെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, 2 വയസ്സിൻ്റെ പവറേ ഉള്ളൂ. അവനെടുക്കുമ്പോൾ തീരെ കനല്ല കേട്ടോ. ഒരു പന്നിക്കഷ്ണം എടുത്ത് പൂക്കുന്ന പോലെ അവനെ എടുത്തതാക്കുമ്പോൾ. അപ്പോൾ അടുത്ത വിക്രസ് സിറ്റ് ഔട്ടിലെ തിണ്ടുമ്പുറത്ത് കയറുന്നിട്ടാണ് 2 വിക്രസ്. അപ്പോൾ അമ്മ ചായ കുടിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്തുനിന്ന് ഒരു വാങ്ങി കഴിച്ചപ്പോഴേക്കും കണ്ട കാഴ്ച ഇതാണ്. നമ്മളെ പോരാളി, അതായത് പോക്കിരിക്കുട്ടൻ ജനൽമ ഒറ്റയ്ക്ക് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ഭക്ഷണമൊക്കെ കൊടുത്ത് 2 മുറ്റത്തിറങ്ങി കളിക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. വെയിൽ കണ്ട് ആരും നെട്ടരുത്. കറക്റ്റ് 2 മണിക്കൂറാകുമ്പോഴേക്കും നല്ല പെരുമഴ. ഞാൻ വണ്ടി കഴുകുന്ന കണ്ടിട്ടാണോ മഴ പെയ്തിരുന്നതെന്ന് എനിക്കറിയാൻ മേല. അപ്പം ഞാൻ വണ്ടി ഒന്ന് കഴുകാമെന്ന് എഴുതി വെയിലൊന്ന് വന്ന് കണ്ടപ്പോൾ കഴുകിയതാട്ടോ. കാരണം അല്ലെങ്കിൽ എത്ര കഴുകിയിട്ടും കാര്യമില്ല എന്നറിയാം. നമ്മൾ വെറുതെ കഴുകുന്ന ചെളിയൊക്കെ പിടിച്ച് ആകത നമ്മൾ താഴത്ത് നമ്മളെ വീട്ടിലേക്ക് കയറുന്ന അവിടെ നിറച്ച് ചെളി കേട്ടോ. അപ്പോൾ ആ ചെളി മൊത്തം വണ്ടിക്കകത്താവും. അപ്പോൾ ഞാനും എൻ്റെ കുട്ടപ്പന്മാരും കൂടെ കൂടിയിട്ടാണ് വണ്ടി കഴുകുന്നത്. അപ്പോൾ വണ്ടി കഴുകുക എന്നുള്ളത് നല്ല ടാസ്ക് പിടിച്ച പരിപാടി കേട്ടോ. വണ്ടിയൊക്കെ കഴുകി വന്ന് നല്ല സുന്ദരക്കുട്ടപ്പനാക്കി എടുത്തിട്ട് ഞാൻ ചത്തു. സത്യമായിട്ടോ അത്ര ചെളി ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടീൻ്റെ ആ മഡ് ഗാർഡിനുള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ചെളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല മഴയല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ മക്കളുണ്ട്. അപ്പോൾ പൈപ്പിൻ്റെ ഇങ്ങനെ ശേഷം വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കട്ടെ. കിണറ്റിൽ നിന്ന് വെള്ളം കോരപ്പോൾ സുഖമാണല്ലോ. കിണർ നിറച്ചും വെള്ളം കേട്ടോ. മക്കളൊന്നും സൈഡിലേക്ക് വിടാറില്ലേ, കാരണം പേടിയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കത്തിയും കത്തിരിക്കൊന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ ബായി കൊണ്ട് എന്നെ കടിച്ച് പൊട്ടിച്ച് എൻ്റെ കടിക്കലൊക്കെ കണ്ടിട്ട് എൻ്റെ കോലം കണ്ടിട്ട് ആരും നെട്ടരുത്. ഇത്ര ആക്രിക്കോലത്തിലൊക്കെ ഞാൻ അങ്ങനെ നൈറ്റ് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതൊന്നും ഞാൻ ഇടാറില്ലായിരുന്നു കേട്ടോ. ഇവരെ ഡെലിവറി കഴിഞ്ഞ ഫീഡിങ് ടൈമിൽ കുറച്ച് നാൾ യൂസ് ചെയ്തു എന്നല്ലാതെ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ നൈറ്റൊക്കെ അടിച്ച് മാറ്റലാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. അപ്പോൾ എണ്ണ ഇച്ചിട്ട് സഹായിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ നിറച്ചും ചെളിയ, വെള്ളം അടിച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ തുണി വെച്ചിട്ടൊന്ന് തുടക്കുക. അവൻ എനിക്ക് വെള്ളം ഒഴിച്ച് തന്നപ്പോൾ ഞാൻ തുടക്കുക. അമ്പുടുക്കുട്ടനെ അവിടെ നല്ല കൂളി കേട്ടോ. വെള്ളം എടുത്ത് തലയൊക്കെ ഒഴിച്ചും ഓരോ പണിയെടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ 2 അവിടെ തന്നെ അങ്ങോട്ട് കുളിപ്പിച്ച് ഞാൻ കയറ്റി. ഇനിയിപ്പോൾ അകത്തേക്ക് കയറ്റിയില്ല, സോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഓസ് വെച്ച് തന്നെ 2 കുളിപ്പിച്ച് കയറ്റിയിട്ടോ. അപ്പോഴേക്കും നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വന്നു കേട്ടോ. നല്ല കാറ്റ് ചെയ്യുന്നു, വല്ലാത്തൊരു കാറ്റും. പെട്ടെന്ന് ആകെ ഇരുണ്ട് മൂടിയൊരു കാലാവസ്ഥയാണ്. മഴയാണ്, എല്ലാവരും സൂക്ഷിക്കുക. ഞാനപ്പോഴേക്കും വണ്ടി കൊണ്ടുപോയിട്ട് കവറൊക്കെ വെച്ച് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചു അമ്പൂടെ ഓരോന്നും പറഞ്ഞ് പരാതിയും കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാൻ പോവുകയാണ്. ആകെ ക്ഷീണിച്ചു. വണ്ടിയും കഴുകി നമ്മൾ ബാത്റൂമൊക്കെ തേച്ചടിച്ച് കഴുകി വന്നപ്പോഴേക്കും ആകെ ചത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ മാമനും മക്കളെന്തായി കളിയായി. അപ്പോൾ ആ കളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ഇച്ചൂസ് ഇറങ്ങിയില്ല. അമ്പുടുക്കുട്ടൻ ഞാൻ കിടത്തി ഉറക്കി. ഞാനും കുറച്ച് നേരം കിടക്കാമെന്ന് എഴുതിയപ്പോഴോ കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ, സീ യു.